വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാർ ചേർന്ന് യുവതിയെ ബലാത്സംഗം ചെയ്തു. തമിഴ്നാട് തിരുവണ്ണാമലയിലാണ് സംഭവം. വാഹന പരിശോധനയ്ക്കിടെ വാൻ തടഞ്ഞു നിർത്തിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. കോൺസ്റ്റബിൾമാരായ 3 പേർ പിടിയിൽ. കെ.പി. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസുകാർ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം നിയമം പാലിക്കേണ്ടവരാണ്, സുരക്ഷ നൽകേണ്ടവരാണ്? എന്തെങ്കിലും അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇത്ര ക്രൂരമായ അതിക്രമം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ്? തീർച്ചയായിട്ടും. അതായത് തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടുകൂടി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈ ദസറ ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ പൂജകൾക്ക് വേണ്ടി ഈ വാഴ തണ്ടുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആചാരമുണ്ട്. അതിനുവേണ്ടി അത് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവരികയായിരുന്നു തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലേക്ക്. ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ പീഡനത്തിനായ പെൺകുട്ടിയും സഹോദരിയും മറ്റൊരു ഡ്രൈവറും വാനിലായിരുന്നു വന്നിരുന്നത്. വാഹന പരിശോധനയുടെ ഭാഗമായി ഈ 2 പോലീസുകാർ ഈ വാഹനം തടഞ്ഞതിനു ശേഷം ഡ്രൈവറെ ഇറക്കി, ഡ്രൈവറെ മാറ്റി നിർത്തിയ ശേഷം മറ്റൊരു വാഹനത്തിൽ ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ പെൺകുട്ടിയായുള്ള 19കാരിയാണ്, അവരെ ഈ സഹോദരിയുടെ മുൻപിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. 2 പേരും മാറി മാറി ഈ പെൺകുട്ടിയോട് വളരെ വലിയ ക്രൂരതയാണ് കാട്ടിയത്. ഇതിനുശേഷം പുലർച്ചെയോടെ റോഡരികിൽ ഇരുവരെയും ഇറക്കി വിടുകയാണ് ചെയ്തത്. അവശനിലയിൽ ഈ പെൺകുട്ടികളെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ പീഡനം നടന്നു എന്ന് വ്യക്തമായി പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് ഏതായാലും ഈ 2 സമയത്താണ് ശ്രീധരൻ ഈ പ്രശ്നമുണ്ടാകുന്നത്? സഹോദരിയുടെ മുന്നിൽ വെച്ച് ഒരാൾ അതിക്രമത്തിന് ഇരയാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പകലാണോ രാത്രിയിലാണോ ഈ സംഭവം ഉണ്ടാകുന്നത്? രാത്രിയാണ്, അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോൺസ്റ്റബിൾമാരായിട്ടുള്ള സുരേഷും സുന്ദരം എന്നിവരാണ് അറസ്റ്റിലായത്. ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഈ സാധനങ്ങൾ വിൽക്കാൻ വരികയായിരുന്നു, തിരുവണ്ണാമലയിലേക്ക് വരികയായിരുന്നു ഈ സംഘം. അതിനിടയിൽ വെച്ച് അർദ്ധരാത്രിയാണ് ഈ പീഡനം ഉണ്ടാകുന്നത്. ഏതായാലും ക്രൂരപീഡനം തന്നെയാണ് പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത്. ഇവരിപ്പോൾ തിരുവണ്ണാമലൈ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ പോലീസുകാരെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.